ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ആകെ മൊത്തം അനുമോളുടെ ഭീഷണിയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് പറയുന്നത്. അതായത് രാത്രിയിൽ നമ്മുടെ സരികയും അതേപോലെ തന്നെ അനുമോളും തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ബിൻസി ആയിട്ടുള്ള ഒരു അടിയിൽ അവസാനം അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കങ്ങനെ ക്ലീവേജ് കാണിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അനുമോൾ രണ്ടാമത് ദേഷ്യം വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പെട്ടെന്ന് ഷൗട്ട് ചെയ്ത് ഇവിടെ സരിക ചോദിക്കുന്നുണ്ട്, എന്ത് വർത്തമാനമാണ് നീ അങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു വിഷയം പറഞ്ഞ് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യാവുകയാണ്. അതേസമയം തന്നെ അനുമോൾ പറയുന്നുണ്ട്, അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിക്ക് അങ്ങ് നെഗറ്റീവായി പോകത്തേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ഇവൾ മുഴക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അതുമാത്രമല്ല, ഞാൻ ഇന്നലെ ചേച്ചിയുടെ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞില്ലേ, ആ കാര്യം ചേച്ചി ഇനി വേറെ ആരുടെ അടുത്തെങ്കിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ചേച്ചിക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് നെഗറ്റീവ് ആകും എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ഇവളെ എനിക്കിട്ട് മുഴക്കിയിട്ടുണ്ടായിരുന്നത്. എന്ത് ധൈര്യമാണ് ഇവൾക്ക് അങ്ങനെ ഉള്ളത്? ഞാൻ എന്താണ് ഇതെല്ലാം കേട്ട് പേടിച്ച് പോകുന്നൊരു വ്യക്തിയാണെന്ന് ഇവൾ കരുതിയോ? ഇത് ചെറുപ്പത്തിലൊക്കെ പിള്ളേരോട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുപൊട്ടി പോകുമെന്ന് പറയുന്ന പോലെയാണ് ഇവളുടെ ഓരോ ഭീഷണി കാര്യങ്ങളൊക്കെ തന്നെ. എങ്ങനെ ഇതിനെ നമുക്ക് വെച്ച് പൊറപ്പിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് മുൻഷിയോട് ചോദിക്കുന്നത്. എന്നിട്ട് അവളുടെ ഒരു അഭിനയവും പകുതി മൈക്ക് മാത്രം മാറ്റി വെച്ചിട്ട് അങ്ങ് ചേച്ചിനെ ഞാൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഈ ഒരു മൈക്ക് പാതി മാറ്റി വെച്ചാലും കേൾക്കാമെന്നുള്ള കാര്യങ്ങൾ ഏത് പൊട്ടനും അറിയാം. അതുകൊണ്ട് നീ ഈ രീതിയിലുള്ള നാടകമൊന്നും ഇവിടെ ഇറക്കണ്ട എന്നുള്ള രീതിയിൽ അനുമോളോട് പറയുന്നുണ്ട്. എന്തായാലും അനുമോളെ തൊട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് ആകും എന്നുള്ള കാര്യങ്ങൾ അനുമോൾക്കും അറിയാം. അതുകൊണ്ട് ഈ ചെറിയ രീതിയിലുള്ള ഒരു ഭീഷണിയൊക്കെ അനുമോൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം സരികയ്ക്ക് മൊത്തം നെഗറ്റീവ് കമൻറ്റ് വരുവാണെങ്കിൽ വിചാരിച്ചോളൂ ഇത് സംഭവം അത് തന്നെയാണ് എന്നുള്ളത്. അതായത് സരിക പറയുന്നത് ഇത്രമാത്രമാണ്, അനുമോൾ ആരെങ്കിലും പറ്റി ഇതുപോലെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സരിക വേറെ ആരുടെടുത്തെങ്കിലും പോയി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് നെഗറ്റീവ് ആകും എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ഇവിടെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും അനുമോളുടെ PR-ന്റെ ഭീഷണിയിൽ പേടിച്ച് വിറച്ച് കിടക്കുകയാണ് ഗൈസ് ബിഗ് ബോസ് വീട്. എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.